യുക്രൈനിൽ യുദ്ധം രൂക്ഷമായിക്കൊണ്ടിരിക്കെ വൻ അഴിമതി കേസിൽ അവിടുത്തെ ഊർജ്ജ മന്ത്രിയും നിയമമന്ത്രിയും യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കി പുറത്താക്കിയെന്ന വാർത്ത വരുന്നു. ആണവ ഊർജ്ജ കമ്പനികളിൽ നിന്ന് 850 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്നാണ് ഇവരുടെ പേരിലുള്ള ആരോപണം. ഇപ്പോൾ പി ജെയിംസ് ഈ കൈക്കൂലിയുടെ കണക്കുമായി നമുക്കൊപ്പം ചേരുന്നു. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഒരിടത്ത് ആൾക്കാർ മരിക്കുന്നു, മറ്റേടത്ത് കൈക്കൂലി വാങ്ങിക്കുന്നു. എന്താ ഈ ലോകം? എസ്കേൻ, പ്രത്യേകിച്ച് യുക്രൈൻ യുദ്ധം 4 വർഷം തികയാൻ പോവാണ്. ഇതിനുള്ളിൽ എത്ര പേരാണ് അഴിമതി കേസിൽ പുറത്തായത്? ഇതിപ്പോ യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയുടെ മേൽ തന്നെ പ്രശ്നങ്ങൾ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ വിശ്വസ്തരാണ് 2 പേരെ പുറത്താക്കേണ്ടി വന്നത്. അവിടെ ജനരോഷം അതിരൂക്ഷമാണ്. പ്രത്യേകിച്ച് ഊർജ്ജ കേന്ദ്രങ്ങളിലാണ് റഷ്യ കയറി ആക്രമിക്കുന്നത്. അത് ഓരോ തവണ ആക്രമണം കഴിയുമ്പോഴും അവിടുത്തെ ഊർജ്ജ കമ്പനികളിൽ നിന്ന്, ആണവ കമ്പനികളിൽ നിന്ന് ഇതിന് ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടി വാങ്ങിക്കുന്നതിൽ 850 കോടിയുടെ അഴിമതിയാണ് പ്രഥമ ദൃഷ്ട്യാ കണ്ടെത്തിയിരിക്കുന്നത്. അത് ഏതാണ്ട് $100 മില്യൺ വരും. അപ്പോൾ ഇത് വല്ലാത്ത രീതിയിൽ ചർച്ചയായിരിക്കുന്നതെന്ന് മാത്രമല്ല, അവിടുത്തെ ഊർജ്ജ മന്ത്രി സെവത്ലാന, നിയമമന്ത്രി ഹെർമൻ 2 പേരെയും പുറത്താക്കാൻ പുറത്താക്കിയിരിക്കുന്നു വ്ളാഡിമിർ സെലൻസ്കി. എന്ന് മാത്രമല്ല, ആ മന്ത്രി സവത്ലാന അതിനിടയിൽ രാജി സമർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും SKN കിഴക്കൻ ഉക്രൈനിലും തെക്കൻ ഉക്രൈനിലും വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് റഷ്യൻ സേന. എന്ന് മാത്രമല്ല, സഫ്രോഷ്യ പോലെയുള്ള തെക്കൻ കിഴക്കൻ മേഖലകളിൽ ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഉക്രൈൻ സേന. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉക്രൈൻ സേനയ്ക്ക് സഫ്രോഷ്യ എന്നൊക്കെ പലരും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, അടുത്തുള്ള രാജ്യങ്ങളിലേക്ക് വരെ രക്ഷപ്പെട്ടു 100 കണക്കിന് സൈനികർ എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം വേണ്ടത്ര ആയുധങ്ങൾ കിട്ടുന്നില്ല, അമേരിക്കയുടെ സഹായമില്ല. ദീർഘദൂര മിസൈൽ ടോമാഹോക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എടുത്തിരിക്കുന്ന നിലപാട് അല്പ അടിയൊക്കെ സെലൻസ്കിക്ക് കിട്ടിക്കോട്ടെ എന്നൊരു നിലപാടാണ്. ജോ ബൈഡൻ ഉള്ള കാലത്ത് യൂറോപ്പിൻ്റെയും അമേരിക്കയുടെയും പൂർണ്ണ പിന്തുണ ഉക്രൈൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് റഷ്യയുടെ ഈ മൈറ്റി എംപയറിനെതിരെ ഒരുപക്ഷെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. കിഴക്കൻ ഉക്രൈനിലെ പൊക്രോവ് എന്ന തന്ത്രപ്രധാനമായ പ്രദേശം ഏത് നിമിഷവും വീഴാവുന്ന അവസ്ഥയാണ്. അവിടെ കടുത്ത മഞ്ഞാണ് SKN. അതുകൊണ്ട് മഞ്ഞിൻ്റെ മറവിലാണ് റഷ്യൻ സേന മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. SKN ഒരുപക്ഷെ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു കാര്യം കാണും. വേൾഡ് വാർ സെക്കൻഡ്, 2ാം ലോക മഹായുദ്ധത്തിൽ ഒരുപക്ഷെ ജർമ്മനി ജപ്പാൻ സഖ്യം തോൽക്കാൻ കാരണമായത് റഷ്യയിലേക്ക് മഞ്ഞുകാലത്ത് നടത്തിയ ആക്രമണമാണ്. ആ മഞ്ഞുകാലത്തെ ആക്രമണത്തിലാണ് ഈ റഷ്യയ്ക്ക് മുമ്പിൽ നാസി ജർമ്മനിക്ക് വീഴേണ്ടി വന്നത്. ഇതേ അവസ്ഥയാണ് ഇപ്പോൾ ഉക്രൈന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കടുത്ത തണുപ്പിനെ അതിജീവിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് റഷ്യൻ സൈന്യം കിഴക്കൻ ഉക്രൈനിലും തെക്കൻ ഉക്രൈനിലും പാഞ്ഞ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് വലിയ അഴിമതി കേസ് വന്നിരിക്കുന്നത്. വ്ളാഡിമിർ സെലൻസ്കിയുടെ കാര്യം പരിങ്ങലിലായിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.